സത്യം പറഞ്ഞാൽ വേലി വിളവ് തിന്നുന്നു എന്നുള്ള അവസ്ഥയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് സംരക്ഷണം തരേണ്ട പോലീസുകാർ തന്നെ ഇത്തരം ബലാത്സംഗ കേസുകളിലേക്ക് വരികയാണ്. ഇതിനകത്ത് നീതി തേടി പോകുമ്പോൾ അവരെയൊക്കെ തന്നെ പീഡിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇത് കലിയുഗത്തിലേക്കാണ് ഈ സംസ്ഥാനത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിശയിക്കുകയാണ്. ഈ സംസ്ഥാനത്ത് അരാജകത്വമാണ് എല്ലാ മേഖലയിലും. സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ആളുകൾ അധികാരത്തിൽ വന്നതിന് ശേഷം MLA അടക്കമുള്ളവർക്കെതിരെയുള്ള പരാതി വേറൊരു വഴിക്ക് കിടക്കുന്നു. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടത് അതിനപ്പുറമായിട്ട് SP അടക്കമുള്ള നേതാക്കന്മാർ, SP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വരികയാണിത്. അപ്പോൾ ഇത് വല്ലാത്തൊരവസ്ഥയിലാക്കിയ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആ പരാതിക്കാരുടെ മൊഴിയെടുത്ത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ ബലാത്സംഗ കുറ്റത്തിന് കേസെടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇവിടെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ പിണറായി വിജയന്റെ കീഴിലുള്ള ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള സ്ത്രീവിരുദ്ധ നയങ്ങളുടെ ഏറ്റവും അവസാനത്തേത് എന്ന് നമ്മൾ കരുതുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമ്മൾ കരുതി മുകേഷ് MLA അടക്കമുള്ളവർക്കെതിരെയുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ ഇതായിരിക്കും ഏറ്റവും അവസാനത്തേന്ന്. പക്ഷെ ഞെട്ടിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന, ഭീകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ SP-ക്കെതിരെ അതുപോലെ ബന്ധപ്പെട്ട പോലീസുകാർക്കെതിരെ അടിയന്തരമായിട്ട് നടപടിയെടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാവണം. ഈ പിണറായി വിജയൻ രാജിവെച്ച് പുറത്തു പോവുക എന്നുള്ളത് മാത്രമാണ് ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം. ഇത് സംബന്ധിച്ച് ഒരു വാക്ക് പോലും പറയാൻ CPM-ലെ വനിതാ നേതാക്കന്മാർ തയ്യാറാകുന്നില്ല. SP തന്നെ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ആവർത്തിക്കുന്നു, വേലി വിളവ് തിന്നുന്നത് പോലെയുള്ള വല്ലാത്ത ഒരു പ്രതിഭാസമാണ് ഇവിടെ. ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത് ആരാ? ഈ ഗവൺമെന്റ് അല്ല, ഈ മുഖ്യമന്ത്രിയാണ് സംരക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സംരക്ഷണയിലാണ് ഈ അഴിഞ്ഞാട്ടം പോലീസുകാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊണ്ടുപോകാൻ ജനാധിപത്യ കേരളത്തിന് കഴിയില്ല. ഞങ്ങളൊക്കെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഈ കേസ് മാത്രമല്ല, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ എല്ലാ കുറ്റകൃത്യങ്ങളും ഇന്ന് ഇവിടുത്തെ പോലീസുകാർക്കെതിരെ ആരോപിക്കപ്പെടുകയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് കുറ്റകൃത്യം? ഇപ്പൊ പറഞ്ഞു കൊള്ള, അതുപോലെ അധോലോക നായകന്മാരായിട്ട് ഭരണ നേതൃത്വവും അതുപോലെ ഒപ്പം ഇവിടുത്തെ ഗവൺമെന്റ് അതോടൊപ്പം പോലീസുകാരും മാറുന്ന ഒരു വല്ലാത്ത സ്ഥിതിവിശേഷത്തിലാണ് നമ്മളുള്ളത്. എല്ലാ ക്രിമിനൽ കേസ്, സ്വർണം പൊട്ടിക്കൽ കേസിലെ പോലീസുകാരുണ്ട്, അതുപോലെ നടക്കുന്ന എല്ലാ കൊള്ളയിലും മരം മുറിക്കലിൽ പോലീസുകാരുണ്ട്, ബലാത്സംഗത്തിൽ പോലീസുകാരുണ്ട്. അപ്പോൾ പോലീസുകാരും ഭരണ നേതൃത്വവും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഒരു നെക്സസ് ഈ കേരളം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അതിനേക്കാൾ അപ്പുറമായി സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് അപകടത്തിലായി മാറിയിരിക്കുകയാണ്. ആരെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ സ്ത്രീകൾ ഒരു പരാതി കൊടുക്കാൻ പോകേണ്ടത്? ഈ പരാതി ആരാണ് നോക്കുന്നത്? നോക്കേണ്ട പോലീസുകാർ തന്നെ ഈ സംസ്ഥാനത്തെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ് കേരളത്തിന്റെ ചരിത്രത്തിലെന്ന് പറയാതിരിക്കാൻ പറ്റില്ല.